ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ പച്ചയും കറുത്ത മുന്തിരിയും എടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലംസ്, പിന്നെ പൈനാപ്പിള്, ഓറഞ്ച്, ആപ്പിള്, ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും എടുത്തിട്ടുണ്ട്. പിന്നെ പഴം തന്നെ ഞാലിപ്പൂവൻ പഴവും, പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴവും, പിന്നെ കദളിപ്പഴവും എടുത്തിട്ടുണ്ട്. പിന്നെ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ മാംഗോയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ക്രീമൊക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ട് തണുപ്പിച്ചെടുത്താണ് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വേണ്ടത്. നല്ലൊരു മധുരം കിട്ടും. ഇപ്പോൾ മിൽക്ക് മെയ്ഡ്, മിഠായി മെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മേടിക്കാൻ കിട്ടില്ല. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള എന്തൊക്കെ ടൈപ്പ് പഴങ്ങളാണുള്ളത് അതൊക്കെ ചേർക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പപ്പായ മാത്രം ചേർക്കരുത് കേട്ടോ. പപ്പായ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിലൊരു കയ്പ്പ് ചൊവ്വയായിട്ട് വരും. അപ്പോൾ അതിന് പപ്പായ ഒഴിവാക്കുക. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് എന്താ പറയുക, കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഞാനിതിനകത്ത് പേരയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ അതെല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ഐസ്ക്രീമും കൂടെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ഗാർണിഷിംഗ് എന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് നട്ട്സും അതുപോലെ അനാറും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു കാണാനൊരു ഭംഗിയായി കിസ്മിസും ഒക്കെ ചേർക്കുന്നുണ്ട്. നട്ട്സും കിസ്മിസും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ്, നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തണുപ്പിച്ച് നല്ല തണുപ്പോടുകൂടി തന്നെ ഞാൻ ഐസ്ക്രീമും ഫ്രഷ് ക്രീമും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നാളെ രാവിലെ 8 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.